ഹായ് ഓൾ, വെൽക്കം ടു ബിനസ് ഇന്ത്യൻ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ചെറിയ ചെറിയ സെന്റൻസുകളാട്ടോ. ഇപ്പൊ നമ്മളുടെ ഒരു ഫ്രണ്ടിനോട് വഴക്കൊക്കെ ഇട്ടോ അല്ലെങ്കിൽ പിണങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പിണക്കൊക്കെ മാറാനായിട്ടൊക്കെ സംസാരിക്കും അല്ലെ. നോർമലി നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള സെന്റൻസുകൾ വെറും നാടൻ ശൈലിയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ചോദിക്കല്ലേ, പിണക്കം മാറ്റം ചെല്ലുമ്പോ എന്താ, നിനക്ക് എന്നോട് പിണക്കാണോ, അല്ലെങ്കിൽ നിനക്ക് എന്നോട് ദേഷ്യമാണോ, ആർ യു ആംഗ്രി വിത്ത് മീ എന്ന് ചോദിക്കാനായിട്ട് എങ്ങനെയാണ് ഹിന്ദിയിൽ ചോദിക്കുന്നതാണ്. അപ്പൊ നിനക്ക് എന്നോട് പിണക്കമാണോ അല്ലെങ്കിൽ നിനക്ക് എന്നോട് ദേഷ്യമാണോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ക്യാ തും മെരേസെ നരാസോ അല്ലെങ്കിൽ ഗുസാവോ രണ്ടും ചോദിക്കാം കേട്ടോ. ഏത് വേണമെങ്കിലും നമുക്ക് മാറ്റി ചോദിക്കാം. ഗുസ എന്ന് പറയുന്നത് ദേഷ്യം എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ മെരേസെ അല്ലെങ്കിൽ മുജിസെ എന്നും ചോദിക്കാം. ഇതൊക്കെ ചെറിയ ചെറിയ നമ്മൾ സംസാരിക്കുന്ന സമയത്തുള്ള മാറ്റങ്ങളാണ്. മെരേസെ എന്ന് പറഞ്ഞാൽ എന്നോട്, മുജിസെ എന്ന് പറഞ്ഞാൽ എന്നോട്. ഇത് രണ്ടും ഒരു അർത്ഥം തന്നെയാണ് വരുന്നത്. ക്യാ തും മുജിസെ ഗുസാഹോ അല്ലെങ്കിൽ നരാസോ എന്നാണ് ചോദിക്കുക. എന്താണ്? ക്യാ തും മുജിസെ നരാസോ എന്ന് ചോദിക്കാം കേട്ടോ. നിനക്ക് എന്നോട് പിണക്കമാണോ എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നീ എന്തൊന്നും മിണ്ടാത്തെ, നീ എന്തൊന്നും മിണ്ടാത്തെ എന്ന് ചോദിക്കത്തില്ലേ? എങ്ങനെയാ? തും ക്യൂ കുച്ച് നെയ് ബോൾറേ, ബോൾറേ എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. ബോൾ രഹേ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ബോൾറേ എന്ന് ചോദിച്ചാൽ മതി. തും ക്യൂ കുച്ച് നെയ് ബോൾറേ, നീ എന്താ ഒന്നും മിണ്ടാത്തത്, എന്തെങ്കിലും മിണ്ടൂന്നേ, എന്തെങ്കിലും പറയൂന്നേ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അവിടെ കുച്ചിത്തോ ബോലോനാ, കുച്ചിത്തോ ബോലോനാ എന്നുള്ളതാണ്. കുച്ചിത്തോ ബോലോനാ, എന്തെങ്കിലും പറയൂന്നേ എന്ന് ചോദിക്കുന്ന. ഇവിടെ പറയൂന്നേ എന്നുള്ള ഒരു നീട്ടലുണ്ടല്ലോ, അതിനാണ് നമ്മൾ ആ നാ എന്നുള്ള പ്രയോഗം വരുന്നത്. കുച്ചിത്തോ ബോലോ നാ എന്നുള്ളതാണ്. കുച്ചിത്തോ ബോലോനാ. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയത്തില്ലോ, ഞാനത് വെറുതെ പറഞ്ഞതാ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ തമാശക്ക് പറഞ്ഞതാ, അതല്ലെങ്കിൽ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല അല്ലെങ്കിൽ മനഃപൂർവ്വം പറഞ്ഞതല്ല എന്നൊക്കെ നമ്മൾ ഒരു മറുപടി പറയും അല്ലെ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പറയുന്നത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ തമാശ പറഞ്ഞതാ. എങ്ങനെയാ പറയാ? ഞാൻ തമാശ, തമാശനെ പറയുന്നത് മജാക് എന്നുള്ളതാണ് കേട്ടോ. അതാണ് ആ വേർഡ് മജാക്. ഓക്കെ, അപ്പൊ മെനെ മജാക് കിയാത്ത, തമാശ ചെയ്തതാണ് അല്ലെങ്കിൽ മജാക് ബോലാത്ത, ഞാൻ തമാശ പറഞ്ഞതായിരുന്നു എന്ന് പറയുന്നതാ. മജാക് ബോല, ഞാൻ തമാശ പറഞ്ഞതാ. ബോല ഥ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞതായിരുന്നു എന്നുള്ള അർത്ഥം വരുന്നത്. കഴിഞ്ഞു പോയ കാര്യമാണല്ലോ, പാസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ത ആ പ്രയോഗം വന്നത് കേട്ടോ. അപ്പൊ മെനെ മജാക് ബോലാത്ത, ഞാൻ തമാശ പറഞ്ഞതായിരുന്നു. ഇനി ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നു എന്നാണെങ്കിലോ, മെനെ ഐസെ ഹി ബോല, ഐസെ ഹി ഐസെ ഹി ബോലാത്ത, ഞാൻ വെറുതെ പറഞ്ഞതായിരുന്നു. മെനെ ഐസെ ഹി ബോലാത്ത. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഇപ്പൊ എന്തെങ്കിലും പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ ചെയ്യുക എന്നാണല്ലോ നമ്മൾ പറയാ. അപ്പൊ എടാ ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല. അവിടെ മനഃപൂർവ്വം എന്ന് പറയുന്നത് ജാൻ ഭൂച്ചുക്കർ എന്നുള്ള വേർഡാണ് കേട്ടോ. ജാൻ ഭൂച്ചുക്കർ. അപ്പൊ മെനവോ ജാൻ ഭൂച്ചുക്കർ നെഹി കിയാത്ത, നെഹി കിയ എന്ന് പറഞ്ഞാൽ ചെയ്തതല്ല എന്നുള്ളതാണ്. അപ്പൊ മെനവോ ജാൻ ഭൂച്ചുക്കർ നെഹി കിയ, ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല. മെനവോ ജാൻ ഭൂച്ചുക്കർ നെഹി കിയ. ക്ലിക്കായോ? ഈ മൂന്ന് സെന്റൻസുകൾ. മജാക്ക് എന്ന് പറയുന്നത് തമാശ, ഐസെഹി എന്ന് പറയുമ്പോൾ അവിടെ വെറുതെ എന്നുള്ള അർത്ഥത്തിലാട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഐസെഹി എന്നുള്ള അർത്ഥത്തില്. ഇനി മനഃപൂർവ്വം എന്ന് പറയാനായിട്ട് ജാൻ ഭൂച്ചുക്കർ എന്നാ പറയാ. മനഃപൂർവ്വമല്ല, ജാൻ ഭൂച്ചുക്കർ നെഹി കിയ. ക്ലിയർ ആവുന്നുണ്ടോ? എന്നിട്ട് ഇപ്പൊ നമ്മൾ പിണക്കം മാറ്റാൻ പറയാണ്, വാ ഒരു ചായ കുടിക്കാം. ആവോ എക് ചായ് പിയേങ്കെ, ആവോ എക് ചായ് പിയേങ്കെ. എന്നിട്ടും നമ്മുടെ ഫ്രണ്ടിന്റെ പിണക്കൊന്നും മാറിയില്ലെങ്കിൽ എന്തെല്ലാം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയല്ലേ, നീ അത് വിട്, നീ അത് വിട്. തുമ്പോ ചോടോ, ചോടിന എന്ന് പറയുന്നതാണ് വിടുക എന്നുള്ള അർത്ഥം വരുന്നത്. അവിടെ ചോടോ എന്ന് പറഞ്ഞാൽ വിടൂ. തുമ്പോ ചോടോ, നീ അത് വിടൂ എന്ന് പറയുന്നതാ. ആ ഒരു കാര്യം അങ്ങോട്ട് വിട്ടുകളാ എന്ന് നമ്മൾ പറയത്തില്ലയോ. അവിടെ തും ഓ ചോടോനാ, ഓ ചോടോനാ, അത് വിട്ടുകളയുന്നേ എന്ന് പറയുന്ന. ഓക്കെ, എന്നിട്ട് നമ്മൾ ചോദിക്കാണ്, നീ എന്താ ആലോചിക്കുന്നേ, നീ എന്താണ് ആലോചിക്കുന്നത്? ഞാനിങ്ങനെ ഒരു സിറ്റുവേഷൻ കണക്ട് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും ഇതിൽ ഒരുപാട് സെന്റൻസുകൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്ന, ഇപ്പൊ നമ്മുടെ ഡെയിലി യൂസിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ടിനോട് വഴക്കിട്ടു, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് നമുക്ക് സംസാരിച്ചല്ലേ പറ്റൂ. നമ്മൾ സംസാരിച്ച് ചെല്ലുമ്പോഴുള്ള സെന്റൻസുകൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കാം അല്ലെ. അപ്പൊ ഇതെല്ലാം നമ്മൾ നോർമലി സംസാരിക്കുന്നതാണ്. അതിങ്ങനെ ഒരു സിറ്റുവേഷൻ ബേസിൽ ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ സെന്റൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം കേട്ടോ. ഇവിടെ എന്താ പറഞ്ഞേ? നീ എന്താണ് ആലോചിക്കുന്നത്? തും ക്യാ സോച്ച് രഹേ ഹോ, തും ക്യാ സോച്ച് രഹേ ഹോ. അവിടെ സോച്ച് രഹേ ഹോ എന്നുള്ളതിനെ ക്യാ സോച്ച് രേ എന്ന് ചോദിച്ച് നിർത്താം കേട്ടോ. തും ക്യാ സോച്ച് രേ, നീ എന്താണ് ആലോചിക്കുന്നത്. സോച്ചിന എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, അതാണ് ഈ ഒരു സെന്റൻസിലെ വേർഡ് കേട്ടോ, സോച്ചിന.
തും ക്യാ സോച്ച് റേ, നീ എന്താണ് ആലോചിക്കുന്നത്? നീ ഇപ്പൊ ഓക്കെ അല്ലേ? നീ ഇപ്പൊ ഓക്കെ അല്ലേ? എങ്ങനെ ചോദിക്കാം? അബ് തും ടീക് ഹോന, അബ് തും ടീക് ഹോന. ഇവിടെ ടീക് അതാണ് ഓക്കെ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അബ് ഇപ്പോൾ, തും നീ ഓക്കെ അല്ലേ, ടീക് ഹോന എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്കൊരു സോറി പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സോറി എങ്ങനെയാ പറയാ? മുജെ മാഫ് കറോ, മുജെ മാഫ് കറോ. എന്നോട് ക്ഷമിക്കൂ എന്നുള്ളതാണ് കേട്ടോ. മുജെ മാഫ് കറോ. ഇനി അതല്ല, എടാ ഞാൻ അത്ര ചിന്തിച്ചിരുന്നില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കല്ലേ, അയ്യോ ഇത് ഇവനെ എത്ര ഹേർട്ട് ചെയ്യുന്നുള്ളത് നമ്മൾ അത്ര ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഞാൻ അത്ര ചിന്തിച്ചിരുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ മേനെ ഉത്തര നഹി സോച്ചാത്ത, ഞാൻ അത്രയും ചിന്തിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അത്രയും വിചാരിച്ചിരുന്നില്ല, ഇത് ഇത്ര വലിയ ഇഷ്യൂ ആവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നുള്ളതിന് മേനെ ഉത്തര നഹി സോച്ചാത്ത. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പല കമന്റ്സും വരാറുണ്ട് കേട്ടോ. നമ്മൾ നോർമൽ ആയ രീതിയിൽ സംസാരിക്കുന്ന സെന്റൻസുകളൊക്കെ ഒന്ന് പറയാവോ, അതല്ല ഒരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ ആ സിറ്റുവേഷനിൽ പറയേണ്ട കുറെ സെന്റൻസുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ അറിഞ്ഞാലല്ലേ നമുക്ക് ആ സമയത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ക്ലാസ്സുകൾ ചെയ്യുന്നത് കേട്ടോ. ഇതൊന്നും ആരും ചെയ്യുന്ന കാര്യങ്ങളല്ല. കാരണം നമ്മുടെ നോർമൽ ലൈഫിൽ പറഞ്ഞു പോകുന്ന കുറെ കാര്യങ്ങളല്ലേ, വളരെ റെയർ ആയിട്ട് ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പറ്റുന്ന സെന്റൻസുകളായിരിക്കും ഇത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. സിറ്റുവേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യാം. ഒരു 3-4 സെന്റൻസ് കൂടി നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് ദൂരെ ഒരു ഫ്രണ്ട്, നമുക്ക് നല്ല നമ്മുടെ ബെസ്റ്റിയാണ്, കുറെ നാളായി കണ്ടിട്ട്. അങ്ങനെ ഒരാൾ എനിക്കുണ്ട് കേട്ടോ, ജാർഖണ്ഡില്, ഇപ്പൊ വെസ്റ്റ് ബംഗാളിലാണ്. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കാണാനായിട്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഇനി എന്നാണ് കാണുന്നത് എന്നുള്ളതും ഒരു അറിവുണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിനെ നമ്മളിപ്പോ ഫോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് 1-2 സെന്റൻസുകൾ നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഫോണിൽ നമ്മൾ എന്താ പറയാ? ഞാൻ ആരാണെന്ന് പറയണം അല്ലെ. അപ്പൊ മേ, പിന്നെ പേര് പറയുന്നു, ഹും പറയുന്നു, ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ബിനു ആണ്, മേ ബിനു ഹും. ഹലോ, മേ ബിനു ഹും. അല്ല, ആരാണോ ആ വ്യക്തിയുടെ പേര് പറയുന്നു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ചോദിക്കല്ലേ, ആ വ്യക്തിക്ക് നമ്മളെ മനസ്സിലാവും, എങ്ങനെയുണ്ട് ഇപ്പൊ എന്നൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ സുഖമാണോ എന്നൊക്കെ ചോദിക്കും അല്ലെ. തും കേസേ ഹോ, തും കേസേ ഹോ. നീ എങ്ങനെ ഇരിക്കുന്നു, നിനക്ക് സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചോദിക്കാം? ഇവിടെ തും എന്നുള്ളതിന് പകരം ആപ്പ് എന്ന് ചോദിക്കാം, കുറച്ചുകൂടി റെസ്പെക്ട് ആവും. ഞാനിവിടെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് കൂടുതലും തുമ്മു വെച്ച് സംസാരിക്കുന്നത് കേട്ടോ. അതല്ല, നമ്മൾ നോർമലി ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആപ്പ് വെച്ച് ആപ് കേസേ ഹോ അല്ലെങ്കിൽ ആപ് കേസേ ഹേ രണ്ടും ചോദിക്കാം. ഓക്കെ, ഇവിടെ തും കേസേ ഹോ, നീ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്ന, ഞാൻ ഓക്കെയാണ്, മേ ടീക്കും, മേ ടീക്കും എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഓക്കെയാണ് എന്നുള്ള ഇത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് നിന്നെ എപ്പോഴും ഒന്ന് കാണാൻ പറ്റുക എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ചോദിക്കേണ്ടെങ്കിൽ, എനിക്ക് നിന്നെ എപ്പോഴാണ് ഒന്ന് കാണാൻ സാധിക്കുന്നത് എന്ന്. എങ്ങനെയാണ്? മേ തുംസെ കബ് മിൽ സക്തി ഹും എന്നാണ് സെന്റൻസ്. മേ തുംസെ കബ് മിൽ സക്തി ഹും ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് നിന്നെ എന്നാണ് കാണാൻ സാധിക്കുന്നത്? മേ തുംസെ, ഞാനും നീ എന്നുള്ള അർത്ഥത്തിലാട്ടോ. എനിക്ക് നിന്നെ, മേ തുംസെ കബ് മിൽ സക്തി ഹും. മില്ല എന്ന് പറയുന്നത് ഇവിടെ കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടർത്ഥമുണ്ട്. മില്ല എന്ന് പറഞ്ഞാൽ കിട്ടുക എന്നൊരു അർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് എന്താണ് സിറ്റുവേഷൻ വരുന്നത്? മില്ല, കണ്ടുമുട്ടുക. അപ്പൊ മേ തുംസെ, ഞാൻ നീയുമായിട്ട്, കബ് എപ്പോൾ, മിൽ സക്തിഹും, സക്ത എന്ന് പറയുന്നത് സാധിക്കുക. ഇതൊക്കെ നമ്മുടെ സീരീസിൽ ഓരോരോ ക്ലാസ്സുകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ മെമ്പേഴ്സ് ഓൺലി ഇപ്പോൾ 50 days ക്ലാസ് റണ്ണിങ് ആണ്. അപ്പൊ അതിൽ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ ബേസിക് ക്ലാസ് മുതൽ ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ അതിലൊരു ജോയിൻ ബട്ടൺ കാണും. 59 rupees സിൽവർ ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളെല്ലാം കിട്ടും. ഇവിടെ സക്ത എന്ന് പറയുന്നത് സാധിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ മേ തുംസെ കബ് മിൽ സക്തി ഹും എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ എപ്പോഴാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ പറയല്ലേ, എനിക്ക് നിന്റെ എപ്പോഴും നിന്റെ ഓർമ്മ വരുന്നു. ഹമേശ തുമാരി യാദ് ആത്തി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമേശ എല്ലായ്പ്പോഴും, തുമാരി യാദ് നിന്റെ ഓർമ്മ, അതാണ് കേട്ടോ. യാദ് എന്ന് പറയുന്നത് ഓർമ്മ, ഹമേശ എന്ന് പറയുന്നത് എപ്പോഴും. ഹമേശ തുമാരി യാദ് ആത്തി ഹെ, ആത്തി വരുന്നു എന്ന് പറയുന്ന കേട്ടോ. എപ്പോഴും നിന്റെ ഓർമ്മ വരുന്നു, നമ്മൾ എപ്പോഴാണ് കണ്ടുമുട്ടുന്നത് എന്നൊക്കെയാണല്ലോ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഒരുപാട് വേർഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒത്തിരി വാക്കുകളുടെ അർത്ഥങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ക്ലാസ് ആണ്. ഓക്കെ, ഇവിടെ യാദ് എന്ന് പറയുന്നതാണ് ഓർമ്മ. എന്നിട്ട് പറയാണ്, നമ്മൾ രണ്ടുപേരും കണ്ടിട്ട് എത്ര നാള് കഴിഞ്ഞു, നമ്മൾ രണ്ടുപേരും കണ്ടിട്ട് എത്ര നാള് കഴിഞ്ഞു. ഈ ഒരു സെന്റൻസ് എങ്ങനെയാ പറയാ? നമ്മൾ രണ്ടുപേരും, ഹം ദോനോ കണ്ടുമുട്ടിയിട്ട്, മിൽക്ക്, ഹം ദോനോ മിൽക്ക് എത്ര നാള് കഴിഞ്ഞു, കിത്തനെ ദിൻ ഹോഗേ, ഹോഗയാന്ന് പറഞ്ഞാൽ കഴിയുക.
ഇവിടെ കിത്തനെ ദിൻ ഒരു പ്ലൂരൽ ആയതുകൊണ്ടാണ് ഹോഗേ എന്ന് ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഹം ദോനോ മിൽക്കർ കിത്തനെ ദിൻ ഹോഗേ, നമ്മൾ രണ്ടുപേരും കണ്ടിട്ട് എത്ര നാള് കഴിഞ്ഞു. ഹം ദോനോ മിൽക്കർ കിത്തനെ ദിൻ ഹോഗേ. അതല്ലെന്നുണ്ടെങ്കിൽ നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായി എന്നും പറയും അല്ലെ. നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായി. തുംസെ മിൽക്കർ കൈ ദിൻ ഹോഗേ, കൈ ദിൻ ഒരുപാട് നാള് എന്നുള്ള അർത്ഥത്തിലാട്ടോ. തുംസെ മിൽക്കർ നിന്നെ കണ്ടിട്ട് കൈ ദിൻ ഹോഗേ, ഒരുപാട് നാളായി എന്ന് പറയുന്ന. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ സെന്റൻസുകളെല്ലാം ഓർമ്മ വരുന്നില്ലേ? നമ്മൾ പല പ്രാവശ്യങ്ങളായിട്ട് പറഞ്ഞു പോയിരിക്കുന്ന സെന്റൻസുകൾ തന്നെയാണ് അല്ലെ. ഓക്കെ, നമ്മളിപ്പോ ഒരാളോട് പറയില്ലേ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി, എത്ര നാള് കഴിഞ്ഞു, നമ്മൾ രണ്ടുപേരും കണ്ടിട്ട് എത്ര നാള് കഴിഞ്ഞു. ഇതെല്ലാം നമ്മൾ നോർമലായിട്ട് പറയുന്ന സെന്റൻസുകളാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചോദിക്കുക? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ, അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവിടെ എല്ലാവരും ഓക്കെ അല്ലേ? ഗർമേ സബ് ടീക്ക് ഹേ നാ, ഗർമേ സബ് ടീക്ക് ഹേ നാ, ഗർമേ വീട്ടില്, സബ് എല്ലാവരും, ടീക്ക് ഹേ നാ ഓക്കെ അല്ലേ, അതല്ലെങ്കിൽ കേസേ ഹേ സുഖമാണോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാം. ഗർമേ സബ് കേസേ ഹേ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളതാ കേട്ടോ. ഇവിടെ ഗർമേ സബ് ടീക്ക് ഹേ നാ എന്ന് ചോദിച്ചാൽ മതിയാവും. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയാണ് ഈ വെക്കേഷനിൽ നമുക്ക് കാണാം. ഈ വെക്കേഷനിൽ എങ്ങനെയാ പറയാ? വെക്കേഷൻ അവധിക്കാലത്തിന് പറയുന്നത് ചുട്ടി എന്നാട്ടോ. അവധി, ചുട്ടി. അപ്പൊ ഈ വെക്കേഷനിൽ ഇസ് ചുട്ടി പർ ഹം മിലേംഗെ, ഇസ് ചുട്ടി പർ ഈ വെക്കേഷനിൽ എന്ന് പറയുന്ന കേട്ടോ. ഹം മിലേംഗെ നമുക്ക് കാണാം. ഇസ് ചുട്ടി പർ ഹം മിലേംഗെ. ഓക്കെ, എന്നിട്ട് ചോദിക്കുകയാണ് നീ വരില്ലേ, നീ വരില്ലേ? ക്യാ തും ആവോഗെ, ക്യാ തും ആവോഗേനാ, നീ വരില്ലേ എന്ന് ചോദിക്കുന്ന കേട്ടോ. ക്യാ തും ആവോഗെ, നീ വരുമോ എന്നുള്ളത്. അപ്പൊ പറയാണ് ഞാൻ വരും, ഞാൻ വരും. ഹാ മേ ആവുങ്ക, മേ ആവുങ്ക സ്ത്രീ ആണെങ്കിൽ ആവുങ്കി, മേ ആവുങ്ക അല്ലെങ്കിൽ ആവുങ്കി കേട്ടോ. അതാണ് ഞാൻ വരും അല്ലെങ്കിൽ ഞാൻ വരാം എന്ന് പറയുന്നത്. വരും വരാം രണ്ടിനും ഒരേ വേർഡ് തന്നെയാണ് ഹിന്ദിയിൽ പറയുന്നത് കേട്ടോ. ആവുങ്ക അല്ലെങ്കിൽ ആവുങ്കി. എന്നിട്ട് പറയാണ് ഓക്കെ പിന്നെ കാണാം അല്ലേ. ടീക്കെ ഫിർ മിലേംഗെ അല്ലെങ്കിൽ മിലേംഗെ കാണാം എന്ന് പറയുന്ന. ഇതിപ്പോ നമ്മൾ ഒരാളോട് സംസാരിച്ചിട്ട് പിരിയുമ്പോഴും ഇങ്ങനെ തന്നെയാട്ടോ പറയാ. എന്നാ ശരി പിന്നെ കാണാം എന്ന് നമ്മൾ പറയത്തില്ലേ. അവിടെ ടീക്കെ ഫിർ മിലേംഗെ, ശരി പിന്നെ കാണാം എന്ന് പറയുന്നതാ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആ സമയത്ത് സംസാരിക്കുക അല്ലെ. എന്നിട്ട് ലാസ്റ്റ് പറയുന്നത് എന്താണ്? ഞാൻ ഫോൺ വയ്ക്കുകയാണ്. മേ ഫോൺ രക്രാവും, രക്രാവും രക്രഹിയും. സ്ത്രീ ആണെങ്കിൽ രഹി, പുരുഷനാണെങ്കിൽ രഹ, അത്രയേ ഉള്ളൂ കേട്ടോ. മേ ഫോൺ രക്രാവും, ഞാൻ ഫോൺ വെക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആ കോൺവെർസേഷൻ അവിടെ അവസാനിക്കുകയാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണെന്ന് നമ്മൾ നോക്കിയത്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. കൂടാതെ ഇതിൽ കുറച്ച് വേർഡ് മീനിങ്സ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം കേട്ടോ. റിപ്ലൈ തരാം. നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും നമ്മുടെ സീരീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്യണം കേട്ടോ. 15 rupees ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് 2 സീരീസും കിട്ടും. 30 days 50 days. നിങ്ങൾക്ക് ഏതാണോ ഫോളോ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ആദ്യം ഫോളോ ചെയ്യാം. ഓക്കെ, കൂടാതെ തന്നെ ആരെയും പുതുതായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് സാധിക്കുന്നവർ ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നവർക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.